ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ 10ാം ക്ലാസ്സിന്റെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് സംഖ്യകൾ എഴുതുന്നു. 2, 4, 6, 8 എക്സെട്ര. ഓക്കെ, ഈ സംഖ്യകളുടെ പ്രത്യേകത ഇതെല്ലാം ഈവൻ നമ്പർ ആണ്. ഓക്കെ, അതല്ലാതെ ഞാനിവിടെ 2 എന്ന് പറയുന്ന സംഖ്യ എഴുതി. അതിനോടൊപ്പം ഒരു 2 കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? 4 കിട്ടും. ഇതിനോടൊപ്പം വീണ്ടും ഒരു 2 കൂട്ടിയാൽ എന്ത് കിട്ടും? 6 കിട്ടും. വീണ്ടും ഒരു 2 കൂട്ടിയാൽ 8 കിട്ടും. ഞാൻ വേറൊരു സംഖ്യ എഴുതാം. 5, 8, 11 എക്സെട്ര. ഓക്കെ, 5നോട് 3 കൂട്ടിയാൽ എനിക്ക് 8 കിട്ടും ഇല്ലേ? 8നോട് 3 കൂട്ടിയാൽ 11 കിട്ടും. ഇങ്ങനെ ഒരു സെയിം നമ്പർ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസുകളെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് എന്നാൽ ഇത്രയേ ഉള്ളൂ. ഒരു ടേം കാണും, ആദ്യമായിട്ടൊരു സംഖ്യ നമ്മൾ എഴുതും, അതിനോടൊപ്പം ഒരു പർട്ടിക്കുലർ ടേം, ഏതെങ്കിലും ഒരു സംഖ്യ, ഒരു ഫിക്സഡ് നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്ത് പോകും. ഇപ്പൊ എക്സാമ്പിളിന് ഫസ്റ്റ് ഞാൻ 7 എന്ന് പറയുന്ന സംഖ്യ എടുത്തു. എന്നിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് 4 എന്ന് പറയുന്ന സംഖ്യ പരിഗണിക്കുകയാണ്. അപ്പോൾ 7നോട് 4 കൂട്ടിയാൽ 11, വീണ്ടും 4 കൂട്ടിയാൽ 15, വീണ്ടും 4 കൂട്ടിയാൽ 19. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് എഴുതി പോകാനായിട്ട് പറ്റും. ഇതിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതില് നമ്മൾ ആദ്യമായിട്ട് എടുത്ത ടേമിന്, ഈ ആദ്യം എഴുതിയ ആളിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം അല്ലെങ്കിൽ ഒന്നാം പദം എന്നൊക്കെ പറയും. ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം അല്ലെങ്കിൽ ഒന്നാം പദം എന്ന് പറയുന്ന ആദ്യം എഴുതിയിരിക്കുന്ന സംഖ്യയാണ്. ഇനി കോമൺ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത ടേം, ഈ ആഡ് ചെയ്ത നമ്പർ, ഇതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അതായത് ഇവിടെ 19ൽ നിന്ന് 15 കുറച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും. 15ൽ നിന്ന് 11 കുറച്ചാൽ എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? 19 - 15 ചെയ്താലും 4, 15 - 11 ചെയ്താലും 4, ഇനി 11 - 7 ചെയ്താലോ എങ്കിലും 4. അതായത് ഇതിലുള്ള ഏത് 2 പദങ്ങൾ എടുത്താലും കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ആണ് എന്ത്? 4 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അഥവാ മലയാളത്തില് പൊതു വ്യത്യാസം എന്ന് പറയുന്നതാണ് എത്ര? 4 എന്ന് പറയുന്ന സംഖ്യ. ഓക്കെ, അപ്പൊ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈം എന്താണ് അഥവാ ഒന്നാം പദം, ആദ്യ പദം എന്താണ്? ആദ്യമായിട്ട് എഴുതുന്ന സംഖ്യ, തുടങ്ങുന്ന സംഖ്യ, ആ സീക്വൻസ് തുടങ്ങുന്ന സംഖ്യ. ഇനി എത്ര വെച്ചാണോ കൂട്ടി പോകുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം. ഇത് നമുക്ക് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്തു. ചോദ്യം ഇതാണ്: ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ സം ഓഫ് ദ ടേംസ് ആർ നോട്ട് റിട്ടേൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം 24, 42, അത് കഴിഞ്ഞ് 2 ടേം എന്ത് ചെയ്തിട്ടില്ല? അവർ തന്നിട്ടില്ല ഇല്ലേ? 2 ടേം മിസ്സിംഗ് ആയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ആ ടേം എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് വേറൊന്നുമില്ല, ഇത്രയും ചെയ്താൽ മതി. അടുത്തടുത്തുള്ള 2 സംഖ്യകൾ എനിക്ക് അറിയാമല്ലോ. 24 കഴിഞ്ഞ് തൊട്ടുള്ള സംഖ്യ 42 ആണ്. അങ്ങനെയെങ്കിൽ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനായിട്ട് അവരെ തമ്മിൽ കുറച്ചാൽ മതി. 42ൽ നിന്ന് 24 കുറയ്ക്കുക, എത്ര കിട്ടും? 18 എന്ന് കിട്ടും ഇല്ലേ? 42 - 24 ചെയ്യുമ്പോൾ 18 കിട്ടും. രണ്ടാമത്തെ ആളിൽ നിന്നും ഒന്നാമത്തെ ആളിനെ കുറയ്ക്കാം. അപ്പോൾ ഇതാണ് കോമൺ ഡിഫറൻസ്. ഇനി തന്നിട്ടുള്ള ആളിനോട് 18 കൂട്ടി എഴുതിയാൽ മതി. 42നോട് 18 കൂട്ടിയാൽ 10 കൂട്ടിയാൽ 52, 8 കൂടി കൂട്ടുമ്പോൾ 60, വീണ്ടും ഒരു 18 കൂട്ടിയാൽ 78. ഓക്കെ, ഇതുപോലെ ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ സംഖ്യ തന്നിട്ടില്ല, അതിനുശേഷം 24, അതിനുശേഷം 42, അതിനുശേഷമുള്ള സംഖ്യ തന്നിട്ടില്ല. നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 42 - 24 ഈക്വൽ ടു എത്ര എന്ന് തന്നെ കിട്ടും? 18 എന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ കോമൺ ഡിഫറൻസ് ഇവിടെ 5, 6, 7, 8 ഇങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് 1 ആണല്ലേ? 1നെ കൂട്ടി ഫ്രണ്ടിലേക്ക് പോകും. അപ്പോൾ തിരിച്ച് ബാക്കിലേക്ക് വന്നാലോ? 8ൽ നിന്ന് 1 കുറച്ചാൽ 7 കിട്ടും, 1 കുറച്ചാൽ 6 കിട്ടും, 1 കുറച്ചാൽ 5 കിട്ടും ഇല്ലേ? അപ്പോൾ നമ്മൾ എഴുതി പോകുന്ന ഡയറക്ഷനിൽ കോമൺ ഡിഫറൻസിനെ എന്ത് ചെയ്തു പോകും? ആഡ് ചെയ്ത് പോകും. അപ്പോൾ തിരിച്ച് പിറകിലേക്ക് ചിന്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ ഇവിടെ 18 കോമൺ ഡിഫറൻസ്. സോ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് 42നോട് 18 കൂട്ടുക, പ്ലസ് 18 ചെയ്യുമ്പോൾ 60 എന്ന് കിട്ടും. ഇനി പിന്നിലേക്ക് വരാനായിട്ട് 24ൽ നിന്നും 18 കുറയ്ക്കുക, 24 - 18 എത്ര എന്ന് കിട്ടും? 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിലുള്ള ടേമുമായി ലാസ്റ്റുള്ള ടേമുമായി. അതിന്റെ ലോജിക് ഇതാണ്. നമ്മൾ ഫ്രണ്ടിലേക്കാണ് പോവേണ്ടതെങ്കിൽ, ചെയ്ത് പോവേണ്ടതെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. പിന്നിലേക്കാണ് വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇതിലെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മുന്നിലുള്ള 2 സംഖ്യകൾ എനിക്ക് തന്നിട്ടില്ല, അതിനുശേഷം 24, 42. ഓക്കെ,
ഇവിടെ പ്രത്യേകിച്ച് വേറെ വ്യത്യാസമൊന്നുമില്ല. കോമൺ ഡിഫറൻസ് നമ്മൾ 2 ക്വസ്റ്റ്യനായിട്ട് ചെയ്യുന്നതാണ്. എത്ര തന്നെയാണ്? 18 തന്നെയാണ്. 42 നിന്ന് 24 കുറച്ചു. മുന്നിലേക്കുള്ള ആൾക്കാരെ എനിക്ക് ആവശ്യമില്ല, പിന്നിലേക്ക് മാത്രം എടുത്താൽ മതി. സോ 24 നിന്ന് 18 കുറയ്ക്കുക. ഓക്കെ, 18 കുറയ്ക്കുമ്പോൾ 6 എന്ന് കിട്ടും. അടുത്ത ആളിനെ കണ്ടുപിടിക്കാനായിട്ട് 6 നിന്നും 18 കുറയ്ക്കുക. 6 നിന്ന് 18 കുറയ്ക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ തിരിച്ചു കുറയ്ക്കും. 18 നിന്ന് 6 കുറയ്ക്കും. എത്ര കിട്ടും? 12 കിട്ടും. ഞാൻ തിരിച്ചല്ലേ കണക്ക് ചെയ്തത്, തന്നിരുന്നത് പോലെ അല്ലല്ലോ. അപ്പൊ ആൻസറിൽ എന്ത് വരും? ഒരു മൈനസ് വരും. ആൻസർ -12. ഓക്കെ അല്ലേ? ഈ മൂന്നും ഒരേ മോഡലുള്ള ചോദ്യങ്ങളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള 2 ആൾക്കാരെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? അവരെ തമ്മിലും കുറച്ചു. ഇനി അടുത്ത ചോദ്യങ്ങളിൽ അടുത്തടുത്തുള്ള ആൾക്കാർ നമുക്ക് തരത്തില്ല. എന്നിരുന്നാൽ എങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? അടുത്ത 2 ചോദ്യങ്ങൾ ഞാനിവിടെ എഴുതി. 24 രണ്ടാമത്തെ ആളിനെ അറിയത്തില്ല, മൂന്നാമത്തെ ആൾ 42 ആണ്, അടുത്ത ആളിനെ അറിയത്തില്ല. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ കോമൺ ഡിഫറൻസ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് ചെയ്തത്? അടുത്തടുത്തുള്ള 2 പേരെ തമ്മിൽ കുറച്ചു അല്ലെ? ഇവിടെ അടുത്തടുത്തുള്ള ആൾക്കാരെ അറിയാമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അറിയാവുന്ന ആൾക്കാരെ തമ്മിൽ കുറയ്ക്കുക. 42 - 24 ഡിവൈഡഡ് ബൈ ഇത് എത്രാമത്തെ ആളാണ്? ഒന്നാമത്തെ ആള്. ഇത് എത്രാമത്തെ ആളാണ്? 1, 2, മൂന്നാമത്തെ ആൾ അല്ലേ? ഇത് ഒന്നാമത്തെ ആള്, ഇത് മൂന്നാമത്തെ ആള്. അപ്പൊ താഴെ എന്ത് ചെയ്യുക? 3 - 1 കൂടി ചെയ്യുക. അപ്പൊ അടുത്തടുത്തുള്ള ആൾക്കാരല്ല, അതുകൊണ്ട് ഇത് ഒന്നാമത്തെ ആളാണ്, ഇത് മൂന്നാമത്തെ ആളാണ്. അപ്പൊ 42 24 കൊണ്ട് കുറച്ചു. ഡിവൈഡ് ബൈ അത് എത്രാമത്തെ ആൾക്കാരാണ്? 3 - 1 കൂടി താഴെ ചെയ്യുക. 42 24 കുറച്ചാൽ 18 ഡിവൈഡ് ബൈ 3 - 1 2. ഉത്തരം 9 എന്ന് കിട്ടും. അപ്പൊ ഈ ചോദ്യത്തിലെ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണ്? 9 ആണ്. ഇനി 24നോട് എന്ത് ചെയ്യുക? 9 കൂട്ടി എഴുതാം. 24നോട് 9 കൂട്ടിയാൽ 33 കിട്ടും. വീണ്ടും ഒരു 9 കൂട്ടിയാൽ 42 കിട്ടും. വീണ്ടും ഒരു 9 കൂട്ടിയാൽ 51 കിട്ടും. അപ്പൊ 33ഉം 51ഉമാണ് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള ടേം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിൽ ഇതുപോലെ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. അടുത്തടുത്തുള്ള ആൾക്കാരെ നമുക്ക് അറിയാമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം? അറിയാവുന്ന ആൾക്കാരെ കുറയ്ക്കാം. 42 - 24 ഡിവൈഡ് ബൈ. ഓക്കെ, ഇതിനെ ഒന്നാമത്തെ ആളായിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം, ഇല്ലെങ്കിൽ ഇതിനെ ഒന്നാമത്തെ ആളെന്ന് കൗണ്ട് ചെയ്താലും കുഴപ്പമില്ല. എങ്ങനെ ചെയ്താലും ഉത്തരം 1 കിട്ടത്തുള്ളൂ. ഞാൻ ഇതിനെ 1 എടുത്തു, 2, 3, ഇത് 4ാമത്തെ ആളല്ലേ? അപ്പൊ എനിക്ക് അറിയാവുന്ന ആളുകൾ ആരൊക്കെയാണ്? 4ാമത്തെ ആളും 2ാമത്തെ ആളും. സോ 4 - 2. 42 നിന്ന് 24 കുറച്ചാൽ എത്രയാണ്? 18 ഡിവൈഡ് ബൈ 4 - 2 എത്രയാണ്? 2. 18 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. ഒരു വ്യത്യാസമില്ല, പഴയതുപോലെ തന്നെ 24നോട് 9 കൂട്ടി എഴുതുക. 9 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 33. ഇനി പിന്നിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുക? 9 കുറയ്ക്കുക ഇല്ലേ? 24 നിന്നും 9 കുറച്ച് വേണം പിറകിലേക്ക് എഴുതാൻ. 15. അപ്പൊ 15 24 33 42 ഇതാണ് ആ സീക്വൻസ്. ഇനി ഇതിൽ അവസാനത്തെ 6ാമത്തെ ചോദ്യം എന്ത് ചെയ്യുക? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2ാമത്തെ ചോദ്യം നോക്കിയേ. നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിലെ the two terms of arithmetic sequences are given below. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 2 ടേമുകൾ, ഏതൊക്കെയോ 2 ടേമുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ തന്നിട്ടുണ്ട്. ഇത് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ഫസ്റ്റ് 5 terms of each. ഓരോ സീക്വൻസിലെയും അവിടെ താഴെ മൊത്തം 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ആണിത്. ഒരു ചോദ്യം 5ഉം ഡിഫറന്റ് സീക്വൻസ് ആണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം 2 ടേമുകൾ തന്നിട്ടുണ്ട്. ഏതോ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അതിൽ 2 പേരെ തന്നിട്ടുണ്ട്. നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 5 പേര് ആരൊക്കെയാണ്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ചോദ്യങ്ങളിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയത് ഡാഷ് ഇട്ടൊക്കെ എഴുതി തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അറിയാം ഇല്ലേ? അവിടെ ഞാനൊരു കാര്യം പറഞ്ഞു, 24 42 ഇത് ഒന്നാമത്തെ ആള്, 2ാമത്തെ ആള്, 3ാമത്തെ ആള്, 4ാമത്തെ ആള്, അങ്ങനെ കൗണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു ഇല്ലേ? അതായത് സെക്കൻഡ് ടേം, 2ാമത്തെ ആളെന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേം. ഇവിടെ ഡാഷ് ഇട്ട് തരുന്നതിന് പകരം അതിന് എന്ത് ചെയ്തിരിക്കുന്നു? സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിരിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇവിടെ തേർഡ് ടേം നമ്മൾ ഡാഷ് വരച്ച് 1 2 3 എണ്ണുന്നതിന് പകരം അവർ തേർഡ് ടേം എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? അറിയാവുന്ന 2 പേർ തമ്മിൽ നമുക്ക് കുറയ്ക്കുക. 67 34 67 - 34 ഡിവൈഡഡ് ബൈ നമ്മളിവിടെ എന്താണ് ചെയ്തത്? എത്രാമത്തെ ആളാണെന്ന് നോക്കിയില്ലേ? ഇത് 2ാമത്തെ ആള്, 4ാമത്തെ ആള്. അപ്പൊ 4 നിന്ന് 2 കുറച്ചു. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് 34 എന്ന് പറയുന്ന 3ാമത്തെ ആളും 67 എന്ന് പറയുന്ന 6ാമത്തെ ആളും. അപ്പൊ 6ൽ നിന്ന് 3 കുറയ്ക്കുക, 6 - 3. വേറെ രീതി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 67 നിന്ന് 34 കുറയ്ക്കുക, ഡിവൈഡ് ബൈ 6ൽ നിന്ന് 3 കുറയ്ക്കുക. ഓക്കെ, 67 നിന്ന് 34 കുറച്ചാൽ എത്ര കിട്ടും? 33 ഡിവൈഡ് ബൈ
6 - 3 എത്രയാണ്? 3. സോ ഉത്തരം 11 കിട്ടും. എന്റെ ചോദ്യം എന്താണ്? ആദ്യത്തെ 5 പേരെ കണ്ടുപിടിക്കുക. ഇനിയിപ്പോ കോമൺ ഡിഫറൻസ് ആണ് കിട്ടിയത്. ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഞാനിവിടെ 5 പേരെ കണ്ടുപിടിക്കാനായിട്ട് 5 വരെ ഇട്ട് വെച്ചു. ഓക്കെ, എപ്പോഴും വര ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഞാനിപ്പോ മനസ്സിലാൻ വേണ്ടിട്ട് വര ഇട്ട് വെച്ചു. എന്റെ ചോദ്യം നോക്കിയേ, മൂന്നാമത്തെ ആള് 34 പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ 1, 2, 3. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ആര് വരും? 34 വരും. ഇനി എനിക്ക് കോമൺ ഡിഫറൻസ് അറിയാമല്ലോ 11 ആണെന്ന്. കൂട്ടി കുറച്ച് എഴുതിയാൽ പോരെ. 34 11 കൂട്ടിയാൽ എത്ര കിട്ടും? 45. വീണ്ടും ഒരു 11 കൂട്ടിയാൽ 56. ഒരു 11 കുറച്ചാലോ? 23. വീണ്ടും ഒരു 11 കുറച്ചാലോ? 12. അപ്പൊ 12, 23, 34, 45, 56. ഇതാണ് ആ സീക്വൻസിലെ, ഈ തന്നിരിക്കുന്ന സീക്വൻസിലെ ആദ്യത്തെ 5 ടേമുകൾ. ഓക്കെ, ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാം. ഇവിടെ ഒരുപോലെ വരുന്ന ചോദ്യങ്ങൾ, ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും ഉത്തരമായിട്ട് ഒരുപോലെ വരുന്നതാണ്. അതായത് നമ്പേഴ്സ് ഒക്കെ ഏകദേശം ഒരുപോലെ വരുന്നതാണ്. അപ്പൊ ഞാൻ ഡിഫറന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. നമ്മൾ നേരെ ചെയ്തപ്പോൾ കോമൺ ഡിഫറൻസിന് കംപ്ലീറ്റ് നമ്പർ ആയിരുന്നു. ഇവിടെ ഒരു ഫ്രാക്ഷൻ വരും, അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുത്തത്, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിവിടെ ആദ്യം എന്ത് തന്നെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 3 - 2 ഡിവൈഡ് ബൈ 5 - 3. 3 നിന്നാണ് 2 കുറച്ചത്. സോ താഴെ 5 നിന്ന് 3 കുറയ്ക്കണം. തിരിച്ചൊന്നും ചെയ്യരുത്. ഇവിടെ ഏത് ഓർഡറിൽ നമ്മൾ എഴുതിയോ, 3 2 അങ്ങനെയാണ് എഴുതിയത്. താഴെ 5 3 ആ ഓർഡറിൽ എഴുതാവൂ, അല്ലാതെ തിരിച്ചെഴുതരുത്. 3 നിന്ന് 2 കുറച്ചാൽ 1, 5 നിന്ന് 3 കുറച്ചാൽ 2. അപ്പൊ എന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/2. എനിക്ക് ആദ്യത്തെ 5 പേരിൽ എഴുതാനുള്ളത്. സോ ഞാൻ 5 ഡാഷ് ഇട്ടു. അതില് മൂന്നാമത്തെ ആള് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ എനിക്ക് പെട്ടെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. 1 2 3. മൂന്നാമത്തെ ആളിനെ ഇവിടെ 2 എന്ന് എഴുതി. ഇനി എന്റെ ചോദ്യത്തിൽ 5ാമത്തെ ആളിനെയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടി ഞാൻ എഴുതി വെക്കാം. 5ാമത്തെ ആള് 3 ആണ്. കോമൺ ഡിഫറൻസ് എത്ര? 1/2. 1/2 എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുക. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അരയാണ് അല്ലേ? അപ്പൊ അര കൂട്ടുക. 2നോട് അര കൂട്ടിയാൽ എത്ര കിട്ടും? 2 അര അല്ലേ? 2 1/2 ഇത്രേ ഉള്ളൂ. ഇനി ഇങ്ങോട്ടാണെങ്കിലോ 2ൽ നിന്ന് അര കുറയ്ക്കുക. 2ൽ നിന്ന് അര കുറച്ചാൽ എത്ര കിട്ടും? 1/2. വീണ്ടും ഇങ്ങോട്ടേക്ക് വരുമ്പോ വീണ്ടും ഒരു അര കുറയ്ക്കുക. 1/2ൽ നിന്ന് അര കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. എന്റെ സീക്വൻസ് എന്ന് പറയുന്നത് 1 1/2 2 2.5 3 എക്സെട്രാ എന്ന് പറഞ്ഞു പോകും. നമുക്ക് ഇതിലെ 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ, 5ാമത്തെ ചോദ്യം കൂടി നോക്കി. നമ്മളിപ്പോ കഴിഞ്ഞ ചോദ്യം ചെയ്തതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4ാമത്തെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റും. ഞാൻ 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ എടുത്തത്. 5th ടേം 7ഉം 7th ടേം 5. ഇവിടെ ഇങ്ങനെ 5ാമത്തെ ടേം ഇവിടെ 5 ഇവിടെ 7 ഇവിടെ 7 ഇങ്ങനെ വരുന്ന ടേമുകളിൽ, ഇങ്ങനെ വരുന്ന സീക്വൻസുകളിൽ കോമൺ ഡിഫറൻസ് എല്ലായ്പ്പോഴും -1 ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ കാണാതെ ഓർത്തിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചെയ്തും കണ്ടുപിടിക്കാം. ആദ്യം ഡിഫറൻസ് എടുക്കാം. ഓക്കെ, 5 - 7 ഞാൻ താഴത്ത് ആദ്യം എഴുതി, മുകളിലത്തെ രണ്ടാമത് എഴുതി. 5 7 5 - 7 ഡിവൈഡഡ് ബൈ താഴെ എങ്ങനെ എഴുതും? 7 - 5 5 - 7 എഴുതുക, ഡിവൈഡ് ബൈ 7 - 5 താഴെ എഴുതി. 5ൽ നിന്ന് 7 കുറച്ചാൽ -2 ഡിവൈഡ് ബൈ 7ൽ നിന്ന് 5 കുറച്ചാൽ 2. 2/2 എത്രയാണ്? 1. ചോദ്യത്തിൽ ഒരു മൈനസ് ഉണ്ടായിരുന്നു, സോ ആൻസറിൽ ഒരു മൈനസ് വരും. ആൻസർ -1. ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആണ്. ഞാൻ ആദ്യത്തെ 5 വരകൾ വിട്ടുവെച്ചു. ഓക്കെ, 5 ടേം അല്ലേ ഇനി കണ്ടുപിടിക്കാനുള്ളത്. 5ാമത്തെ ടേം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. 1 2 3 4 5. 5ാമത്തെ ആൾ എത്രയാണ്? 7 ആണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് കോമൺ ഡിഫറൻസ് -1 ആണ്. നമ്മൾ ഇത്രയും തരം ചെയ്ത എല്ലാ കണക്കുകളിലും എങ്ങനെയായിരുന്നു? +1 ആയിരുന്നു. +1 അല്ലെ പോസിറ്റീവ് ഏതെങ്കിലും സംഖ്യകളായിരുന്നു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പോസിറ്റീവ് സംഖ്യ വന്നപ്പോൾ അങ്ങോട്ടേക്ക് കൂട്ടി കൂട്ടി എഴുതി, ഇങ്ങോട്ടേക്ക് കുറച്ച് കുറച്ച് എഴുതി. നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നേരെ തിരിച്ച് ചെയ്യുക. അങ്ങോട്ടേക്ക് കുറച്ച് കുറച്ച് എഴുതുക, ഇങ്ങോട്ടേക്ക് കൂട്ടി കൂട്ടി എഴുതുക. ഓക്കെ, അപ്പോൾ 7നോട് 1 കൂട്ടണം. 1 കൂട്ടുമ്പോൾ എത്രയാവും? 8 ആവും. വീണ്ടും 1 കൂട്ടണം, അപ്പോൾ 9 ആവും. വീണ്ടും 1 കൂട്ടുമ്പോൾ 10 ആവും. വീണ്ടും 1 കൂട്ടുമ്പോൾ 11 ആവും. ഡിഫറൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കോമൺ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് കൂട്ടി കൂട്ടി എഴുതുക, ഇങ്ങോട്ടേക്കാണ് എഴുതേണ്ടെങ്കിൽ കുറച്ച് കുറച്ച് എഴുതുക, നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ചെയ്തതുപോലെ. കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങോട്ടേക്ക് കുറച്ച് കുറച്ച് ചെയ്യുക, ഇങ്ങോട്ടേക്ക് കൂട്ടി കൂട്ടി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് 11 10 9 8 7. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് മീൻസ് ചാപ്റ്ററിന്റെ കണക്കായിട്ട് ഈ സീക്വൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ ആദ്യത്തെ 2 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. മറ്റു ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി ഭാഗവുമായിട്ട് ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിന്റെ ഇടയിൽ 2 പാർട്ട് വിട്ടിട്ടുണ്ട്.
അതുപോലെ തന്നെ കഴിഞ്ഞ ചോദ്യത്തിൽ ഒരു പാർട്ട് വിട്ടിട്ടുണ്ട്. ഇതേ മോഡൽ തന്നെയാണ് നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യുക ചെയ്ത് നോക്കുക.